ഹായ് സുഹൃത്തുക്കളെ, നമുക്കൊരു ചീത്ത വിഷയമോ ദുഃഖമോ വിഷമതയോ വല്ലതും നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിരൽ ചൂണ്ടുന്നത് മറ്റുള്ളവരെ ആയിരിക്കും. അതേസമയം നല്ലത് നടന്നാലോ എല്ലാം ഞാൻ തന്നെ, അതിന് കാരണം ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ വിഷയങ്ങളെ കാണുന്നത്. തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾക്ക് നല്ലത് നടന്നാലും ചീത്ത നടന്നാലും വിഷമം നടന്നാലും സന്തോഷം നടന്നാലും എന്തു നടക്കുകയാണെങ്കിലും അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് നമ്മുടെ അവസ്ഥയ്ക്കു കാരണം നമ്മൾ തന്നെയാണ് എന്നാണ്. നമ്മുടെ വിധിയെ നിർണയിക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ അകത്തു തന്നെ ഉണ്ട് എന്നുമാണ്. അപ്പൊ ഇതിന് നമുക്ക് ഔട്ടർ ലോകത്ത് എല്ലാത്തിനും ഞാൻ തന്നെയാണ് കാരണം എന്നുള്ളതിനെ വളരെ ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ തെരഞ്ഞെടുത്ത പാർട്ടിയാണ് രാജ്യം ഭരിച്ചിട്ടിരിക്കുന്നത്. അതായത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിന് കാരണം നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ വോട്ട് ചെയ്തിട്ട് തെരഞ്ഞെടുത്ത ലീഡറാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിന്റെ പിന്നില് നമ്മൾ തന്നെയാണ്, അല്ലെ? ഇതേപോലെ തന്നെയാണ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിനും പിന്നിൽ നമ്മൾ തന്നെയാണ്. ആത്മീയമായ അനുഭവങ്ങളുള്ളവർക്ക് ഇത് വേഗം ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു കമലഹാസന്റെ ദശാവതാരം എന്ന പടത്തിൽ പറയുന്നുണ്ട്, ബട്ടർഫ്ലൈ എഫക്റ്റ് പറഞ്ഞിട്ട് ആ പടം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അതായത് ഒരു ചെറിയ സംഭവം ഈ ലോകത്തിലെ പല വിഷയങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ അമ്പ് തൊടുത്തവൻ നമ്മൾ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, രാജ്യ നന്മയ്ക്കും മനുഷ്യ നന്മയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടികളെ ഇനി തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം നമ്മൾക്കുണ്ട് എന്ന് ബോധറാകുകയും ഇനി വോട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വോട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.